future energy of wheels. Hi friends, എല്ലാവർക്കും വിപ്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു മിഡ് ഡ്രൈവ് മോട്ടോർ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഹബ് മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീലിൻ്റെ അലോയ്ക്കകത്ത് തന്നെ മോട്ടർ വരുന്നതിനാണ് ഹബ് മോട്ടർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബോക്സറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹബ് മോട്ടറാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിഡ് ഡ്രൈവ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഹബിൻ്റെ അകത്തല്ല, അതിൻ്റെ മോട്ടർ സെപ്പറേറ്റ് ഒരു മോട്ടറായിട്ടാണ് വരുന്നത്. ആ മോട്ടർ നമ്മുടെ വണ്ടിയുടെ വീലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും, അല്ലെങ്കിൽ ചെയിൻ ഉപയോഗിച്ചൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഷാഫ്റ്റ്. ഇങ്ങനെ 3 രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പം കോമൺലി ഇലക്ട്രിക് വണ്ടികളിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലും ബെൽറ്റ് ഡ്രൈവ് ആണ് എല്ലാവരും യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചെയിൻ ഡ്രൈവും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം മിഡ് ഡ്രൈവ് മോട്ടർ യൂസ് ചെയ്തിരിക്കുന്ന വണ്ടികൾ നിങ്ങൾക്ക് അറിയാവുന്ന വണ്ടികളെന്ന് പറഞ്ഞാൽ ഏതറുണ്ട്, അതേപോലെ തന്നെ റിവോൾട്ട് ഉണ്ട്, ഇപ്പോൾ ഓലയുണ്ട്. അങ്ങനെയുള്ള വണ്ടികളിലെല്ലാം മിഡ് ഡ്രൈവ് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതേ കാറ്റഗറി വരുന്ന ഒരു മോട്ടർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മോട്ടറിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ മോട്ടർ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള അനീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടന് വേണ്ടിയിട്ടാണ്. ചേട്ടൻ ഒരു ഡീസൽ ബുള്ളറ്റിനെ ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് കൺവേർട്ട് ചെയ്ത സമയത്ത് ചേട്ടൻ ഉപയോഗിച്ചിരുന്നത് പറഞ്ഞാൽ ഒരു 800 വാൾസിൻ്റെ അങ്ങനെ സാധാ ലോക്കൽ മോട്ടർ ഉപയോഗിച്ചാണ് അത് കൺവേർട്ട് ചെയ്തിരുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ആ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ പുള്ളി കൺവേർട്ട് ചെയ്തതിൻ്റെ വീഡിയോസ് എല്ലാം അതിൽ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ആ വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ വെച്ചിട്ട് വേറെ യൂട്യൂബ് ചാനലിലെ ആൾക്കാരും ആ വണ്ടിയുടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് ചേട്ടൻ്റെ ഗ്രീൻ ടെക്കിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം. അപ്പം ആ ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മിഡ് ഡ്രൈവ് മോട്ടർ എടുത്തിരിക്കുന്നത്. ഇപ്പം ചേട്ടന് ആ ബുള്ളറ്റ് ഇപ്പം ആ നിലവിലുള്ള മോട്ടർ വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണ നിരപ്പുള്ള റോഡിലാണെങ്കിൽ പുള്ളിക്കാരൻ ഏകദേശം 40-45 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു കയറ്റം വരികയോ എക്സ്ട്രാ ഒരാളും കൂടി ഇരുത്തുവാണെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് വളരെ കുറവാണ്. കാരണം കയറ്റങ്ങൾ വലിക്കത്തില്ല, അതിനൊക്കെ തന്നെ സ്പീഡ് കുറവായിരിക്കും. അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് പുള്ളി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള രീതിയിൽ സമീപിച്ചിരുന്നു. അപ്പം ആ പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത മോട്ടറാണ് ഇതെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല പവറുള്ള മോട്ടറാണ് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 72 വോൾട്ട് 3000 വാൾട്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 3000 വാൾട്ട് റേറ്റഡ് വോൾട്ടേജ് ആണ്. അതിനൊക്കെ തന്നെ ഇതിൻ്റെ പീക്ക് വാൾട്ട് എന്ന് പറയുന്നത് 7000 വാട്ട്സ് ആണ്. അതായത് 7000 കിലോ വാട്ട് വരെ നമുക്ക് ഈ മോട്ടർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കൺട്രോളറാണ്. നമുക്ക് അതിൻ്റെ അകത്ത് വോൾട്ടേജും ആംസും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കാറിൻ്റെ അകത്തൊക്കെ സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു കണക്ടർ കണക്ട് ചെയ്യാൻ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് ഏത് രീതി വേണമെന്നുള്ളത് അതിൻ്റെ വോൾട്ടേജും ആംസും ഒക്കെ വെച്ച് കൺട്രോൾ ചെയ്ത് നമുക്ക് ഇത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. നിലവിലിപ്പം കമ്പനി ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 വോൾട്ട് 3000 വാൾട്ട്സിലാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും കൂടുതൽ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എന്തായാലും അൺബോക്സിലേക്ക് കടന്നിട്ട് ഇതിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിൻ്റെ കവറും കാര്യങ്ങളെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിലവിൽ ഈ മോട്ടറിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മുടെ മിഡ് ഡ്രൈവ് മോട്ടറാണ്. QS മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ മോട്ടറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ്. ടോപ്പെല്ലാം വന്നിരിക്കുന്ന ഹീറ്റ് സിങ്കുള്ള മോട്ടർ ഓവർ ഹീറ്റ് ആയാലും പെട്ടെന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള അലുമിനിയം ഹീറ്റ് സിങ്കൊക്കെ കൊടുത്തിട്ടുള്ളൊരു മോട്ടറാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ചെയിൻ ഡ്രൈവ് ഇടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്പ്രോക്കറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബെൽറ്റ് ഡ്രൈവ് ആണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബെൽറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇടാനുള്ള സ്പ്രോക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടും. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മോട്ടർ തന്നെയാണ്. സ്ട്രോങ് ആയിട്ടുള്ള മോട്ടറാണെന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കേബിളിൻ്റെ ഗേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ നിങ്ങൾ നിലവിൽ ലോക്കലായിട്ടുള്ള കണ്ടിട്ടുള്ള മോട്ടറുകളുടെ കേബിളും ഇതിൻ്റെ കേബിളുമായിട്ടുള്ള ഡിഫറൻസ് ഇതാണ്. ഏകദേശം എൻ്റെ കിഡ്നി വിരലിൻ്റെ കനമുണ്ട് ആ കേബിളിന്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലെഗാണ്. കാരണം ഇത്രയും ആംസ് ക്യാരി ചെയ്യുന്ന രീതിയിലുള്ള മോട്ടർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് അതിൻ്റെ ഹാൾ സെൻസറിൻ്റെ കണക്ടറാണ്. പിന്നെ അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോളറാണ്.
ഇതിൽ അവർ എഴുതിയിട്ടുണ്ട് 72 വോൾട്ട് അണ്ട് 150 ആംസ് വരെ താങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് എത്ര വാൾസിൻ്റെ മോട്ടറാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. പിന്നെ അതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻ അണ്ടർ വോൾട്ടേജ് 60 വോൾട്ട് അങ്ങനെ ഓരോ സ്പെസിഫിക്കേഷന് 120 ഡിഗ്രിയാണ് ഇതിൻ്റെ ആംഗിൾ ഡിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കണക്ഷൻ കൊടുക്കുന്ന സ്ഥലം, അത് പോസിറ്റീവും നെഗറ്റീവും അതെല്ലാം ഇവിടെ മേളിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബി പോസിറ്റീവ്, ബി നെഗറ്റീവ് ബാറ്ററിയുടേത്. അതിനൊക്കെ തന്നെ മോട്ടറിൻ്റെ 3 ലൈൻ UV എന്നുള്ള 3 ലൈൻ ഇത് നമുക്ക് കണക്ഷൻ ചെയ്തതിന് ശേഷം കേബിളിൻ്റെ അകത്തൂടെ വെച്ച് ഇതിനെ അങ്ങ് സെറ്റ് ചെയ്യാം. കണക്ഷൻ ഒക്കെ വെള്ളം കയറാത്ത രീതിയിൽ വാട്ടർ പ്രൂഫായിട്ടിരിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഹെഡ്ലൈറ്റ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കണക്ട് ചെയ്യാനുള്ളതിൻ്റെ ഹാർനസ് വയറാണിത്. ഇത് ഈ കൺട്രോളറിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കണക്ട് ചെയ്യാൻ എന്തായാലും ഈ ലെങ്ത് എത്തത്തില്ല. അപ്പോൾ ഇത് കൺട്രോളർ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് പിന്നെ നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താണ് അടുത്ത സ്ഥലങ്ങളിലോട്ട് എത്തിക്കുന്നത്. അതിപ്പോൾ എല്ലാ ഇലക്ട്രിക് വണ്ടിയിലും അങ്ങനെ തന്നെയാണ്. കാരണം ഈസി മെയിൻ്റനൻസ് പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന് ഷോർട്ട് ലൈൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ. അത്യാവശ്യം നല്ല ലുക്കിലാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇലക്ട്രിക് വണ്ടി കാണുന്ന നമുക്ക് വെറും ഒരു LED സ്ക്രീനോ അല്ലെ ചുമ്മാ ഒരു ബോക്സോ അല്ല, അത്യാവശ്യം നല്ലൊരു മീറ്ററാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ്. അതുപോലെ ഇതിൻ്റെ കണക്റ്റേഴ്സും എല്ലാം ആ രീതിയിലുള്ളതാണ്. നമ്മളിപ്പോൾ സ്മാർട്ട് കൺട്രോളറിൽ കണ്ട രീതിയിലുള്ള കണക്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് അത് നല്ല വാട്ടർ പ്രൂഫായിട്ടിരിക്കുന്ന രീതിയിലുള്ളൊരു റബ്ബർ സീലും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ഇത്. ഇവിടെ അകത്തോട്ട് കയറിയിരിക്കുന്നതാണ്, വെള്ളം കയറാത്ത രീതിയിലേ. സ്ലീവ് അതിൻ്റെ അകത്തോട്ട് കയറി ഇത് ടേപ്പ് ഒട്ടിച്ചിരുന്നതാണ്, അത് ടേപ്പ് ഇളകി പോയതാണ്. അപ്പം പെട്ടെന്നകത്ത് വെള്ളം കയറാത്ത രീതിയിൽ സാധനം ഇരുന്നോളൂ. നല്ലൊരു ഡിസ്പ്ലേ മീറ്ററാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെയുള്ള ലെഫ്റ്റും റൈറ്റും ഐറ്റംസാണ്. അതായത് സ്വിച്ച്, നമ്മുടെ ത്രോട്ടിലും ആക്സിലേറ്ററും ഈ ഐറ്റമാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ത്രോട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കൺട്രോളർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിമ്മും ബ്രൈറ്റ് സ്വിച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹസാർഡ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്വിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് വന്നിട്ടുണ്ട്. അതേണക്ക് തന്നെ ഹോൺ വന്നിട്ടുണ്ട്. പിന്നെ ഇത് പാർക്കിംഗ് മോഡാണോ അതോ ബൂസ്റ്റിങ്ങിൻ്റെ ആണോ എന്നുള്ളത് കറക്റ്റ് ഡയഗ്രം നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് ഓരോ രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ ബട്ടൺ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് മോഡിന് വേണമെങ്കിൽ ഈ ബട്ടൺ കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കിത് പ്രോഗ്രാം ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ ഇലക്ട്രിക് വണ്ടിയിൽ കാണുന്ന രീതിയിലുള്ളൊരു ബിൽഡ് ക്വാളിറ്റി അല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സാധാ പെട്രോൾ വണ്ടിയിൽ കാണുന്ന സ്വിച്ചൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് കംപ്ലയിൻസ് ഒന്നും വരാത്ത രീതിയിലുള്ള നല്ല ടൈറ്റായിട്ടുള്ള സ്വിച്ച് ഉണ്ടല്ലോ, ആ രീതിയിലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മിറർ പിടിപ്പിക്കാൻ പെട്രോൾ ബൈക്കിൽ വരുന്ന കണക്ക് തന്നെ മിററിൻ്റെ ഫിറ്റിങ് ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഇതിൻ്റെ കൂടെയുള്ള ഗ്രിപ്പ്. ഇത് ത്രോട്ടിൽ സൈഡാണ് വരുന്നത്. ഇത് നമ്മുടെ ത്രോട്ടിൽ അത്യാവശ്യം ഹാർഡൊന്നുമില്ല, നമ്മൾ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ത്രോട്ടിൽ തന്നെയാണ്. അപ്പം അതിൽ ഒരു ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡേ റണ്ണിങ് ലാമ്പായിരിക്കും. ഒരു സ്വിച്ച് വരുന്നുണ്ട്, അത് പൗസാണോന്നറിയില്ല. ഇത് പൗസിൻ്റെ സ്വിച്ചാണ്. അതേപോലെ തന്നെ നമുക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാനുള്ള 1, 2, 3 സ്പീഡ് മോഡുണ്ട്. അതിനൊക്കെ തന്നെ സർവീസ് സ്വിച്ചുണ്ട്. റിവേഴ്സ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമുക്ക് ബൂസ്റ്റ് മോഡോ അങ്ങനെ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് റിവേഴ്സിൻ്റെ സ്വിച്ച് മിക്കവാറും വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഇലക്ട്രിക് വണ്ടികളിലും ഒരു സേഫ്റ്റി ഫീച്ചർ എന്നുള്ള രീതിയിൽ റിവേഴ്സ് സ്വിച്ച് ബട്ടൺ പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ റിവേഴ്സ് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ട്. എനിക്കും തോന്നിയിട്ടുള്ള അങ്ങനെയാണ്.
ചിലർക്ക് അങ്ങനെ തോന്നാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിവേഴ്സ് പോകുമ്പോൾ നമ്മുടെ കാലൊന്ന് സ്ലിപ്പായാലും നമ്മൾ ഈ സ്വിച്ചിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോകത്തില്ല. കാരണം കാല് സ്ലിപ്പാകുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ മുറുക്കി പിടിക്കും. ആ സമയത്ത് ആക്സിലേറ്റർ അങ്ങനെ റേസ് ആയിരിക്കുക എന്നുണ്ടെങ്കിൽ വണ്ടി ബാക്കിലോട്ട് ഓടിപ്പോവും. അപ്പം പെട്ടെന്ന് ഇതിൽ നിന്ന് കൈ വിരൽ മാറ്റി കഴിഞ്ഞാൽ അതങ്ങ് കട്ടാവും, റിവേഴ്സ് പോകത്തില്ല. അപ്പോൾ അത് റിവേഴ്സ് മോഡിൽ എനിക്കൊരു ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് ഇങ്ങനൊരു പുഷ് ബട്ടൺ കൊടുത്ത് ത്രോട്ടിൽ കൊടുക്കുന്നതായിരിക്കും ഇലക്ട്രിക് വണ്ടികളിൽ റിവേഴ്സ് എടുക്കാൻ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് 3000 വാൾസിൽ വർക്ക് ചെയ്യുന്ന കൺട്രോളറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ കണക്റ്റേഴ്സൊക്കെ സാധാ ഇലക്ട്രിക് വണ്ടി വരുന്ന കണക്കുള്ള കണക്ടർ ആണെങ്കിലും ഇച്ചിരി കൂടെ ക്വാളിറ്റി ഉണ്ട്. സാധനം കാണാനും പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിത്രയാണ് ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ്. അപ്പം നമ്മുടെ മോട്ടറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മോട്ടറിൻ്റെ സൈസ് എത്ര വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ കൈ വയ്ക്കുമ്പോൾ അതിൻ്റെ ഇത് എത്ര വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നീളവും ഇത്രയേ ഉള്ളൂ. ഉണ്ടോ എനിക്കതിന് എൻ്റെ മോട്ടറിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. 72 വോൾട്ട് 3000 വാൾസിൻ്റെ മോട്ടറാണ്. പിന്നെ ഇത് മോട്ടറിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളെല്ലാം ഇതിൽ പഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല കൂളിംഗ് ഉണ്ട് മോട്ടറിൻ്റെ ബോഡി തൊടുമ്പോൾ തന്നെ. അപ്പോൾ ഹീറ്റ് സിങ്കിൻ്റെ ബോഡി പെട്ടെന്ന് മോട്ടർ ചൂടായാലും കൂളാവുന്നതിന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള മെറ്റീരിയലാണ് ബോഡിയിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കേബിള്. അത് 3 കേബിളാണ്. അത് ഇതേപോലെ ഒരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് അവർ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, നല്ല ഗേജുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ തന്നെ ഇത് ഹാൾ സെൻസറിൻ്റെ വയറാണ്. അതിൻ്റെ കണക്ടറും ഒക്കെ ഒരു നമ്മളെ പെട്രോൾ ബൈക്കിൽ കാണുന്ന രീതിയിൽ വെള്ളം കയറാത്ത രീതിയിലുള്ള കണക്ടേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അതിൻ്റെ മോട്ടറിൻ്റെ ഫിറ്റിങ്സ് ആണ്. നമ്മൾ വണ്ടിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഇവിടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബോൾട്ടും അതിൻ്റെ അകത്തുള്ള സ്പേസറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. ഇത്രയും നല്ല പവർഫുൾ മോട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ബോൾട്ടും കാര്യങ്ങളും തന്നെയാണ് ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത്രയും ആംബിയറൊക്കെ എടുക്കുന്ന മോട്ടർ ആകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒരു ജർക്കിങ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ടിരിക്കുന്ന മോട്ടറായാലും നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കിന് മോട്ടർ ഒറ്റയടിക്ക് ഒരു ജർക്കിങ് ചെയ്യും. അപ്പോൾ ആ ജർക്കിങ് പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്പ്രോക്കറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മോട്ടറിൽ അതിൻ്റെ ഷാഫ്റ്റിലും ഗ്രൂ ഉണ്ട്, ഇതിൻ്റെ അകത്തും ഗ്രൂ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റിന് വരത്തക്ക രീതിയിൽ നമ്മളതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ അകത്ത് ഇറങ്ങും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇടുക. അതിൻ്റെ അകത്തിട്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആ ഗ്രൂവിൻ്റെ ഇടയ്ക്കൊരു വെട്ട് പോലെ ഉണ്ട്. അതിൻ്റെ അകത്ത് കയറ്റി ഇതിന് ഓപ്പോസിറ്റ് റൊട്ടേഷനിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇത് ആ ഗ്രൂവിൽ നിന്ന് ഇളകി വരാത്ത രീതിയിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കാവും. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ രീതിയിൽ ലോക്കാവും. ലോക്കായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോൾട്ട് ഈ 2 ഹോളും മാച്ച് ചെയ്യുന്ന രീതി വെച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല രീതിയിൽ ലോക്കായിരുന്നുള്ളൂ. ബെൽറ്റ് ഡ്രൈവിൻ്റെ സോക്കറ്റ് ആയാലും ഇതേ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ബെൽറ്റ് ഡ്രൈവിൻ്റെ ആണെങ്കിൽ നമുക്ക് ഇവിടുത്തതും നമ്മൾ ടയറിൽ കണക്ട് ചെയ്യാനുള്ളതും കൂടെ സെറ്റ് ഉൾപ്പെടെ വാങ്ങിക്കാൻ നമുക്ക് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്കിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പം റോയൽ എൻഫീൽഡിലെല്ലാം ബെൽറ്റ് ഡ്രൈവ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ളൊരു ബെൽറ്റ് ഡ്രൈവ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ കൂടെ വരുന്ന ഐറ്റംസ്. അതുകണക്ക് തന്നെ കൺട്രോളർ, ഹീറ്റ് സിങ്ക് ഒക്കെ ഉണ്ട്. അതൊന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഇച്ചിരി സൈസുണ്ട് കൺട്രോളർ. നമ്മൾ സാധാരണ നോർമൽ ഇലക്ട്രിക്കൽ വണ്ടി കാണുന്നതുമായിട്ട് ഇച്ചിരി വലുപ്പവും കനവുമൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതേപോലുള്ള മിഡ് ഡ്രൈവ് മോട്ടറാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഓല, ഈതർ, റിവോൾട്ട് അങ്ങനെയുള്ള വാഹനങ്ങളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 3 ബ്രാൻഡ് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ കേരളക്കാർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് ഈ 3 ബ്രാൻഡുകളായിരിക്കും. ഇതേപോലുള്ള മോട്ടറുകൾ മറ്റ് പല ബ്രാൻഡുകളിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മുടെ കേരളത്തിലുള്ള ലോഞ്ചിങ് ആയിട്ടില്ല. ഒരുപാട് വണ്ടികളുണ്ട്, ടോർക്ക്, F77 അങ്ങനെ ഒരുപാട് വാഹനങ്ങളിൽ ഇതേപോലുള്ള മോട്ടറും സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള 3 ബ്രാൻഡ് ആയതുകൊണ്ടാണ് ആ 3 ബ്രാൻഡ് തന്നെ ഞാൻ എടുത്ത് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലുള്ള മോട്ടറുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ മിഡ് ഡ്രൈവ് മോട്ടർ മാത്രമല്ല, ഇതേപോലെ തന്നെ ബൈക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 72 വോൾട്ടിൻ്റെ 17 ഇഞ്ച് ഹബ് മോട്ടോഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അത് ബൈക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ആക്ടിവ, സ്കൂട്ടി അങ്ങനെയുള്ള മോഡലുകൾക്ക് വേണ്ടിയിട്ടുള്ള 10 ഇഞ്ചിൻ്റെതും ഉണ്ട്, 12 ഇഞ്ചിൻ്റെതും ഉണ്ട്. അപ്പോൾ 2 വേരിയൻറ്റിലുള്ള മോട്ടറുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതലായിട്ടും പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള മോട്ടറുകളാണ് ഈ കമ്പനിയിൽ നിന്ന് ഉള്ളത്. പിന്നീട് പെർഫോമൻസ് കുറഞ്ഞ മോട്ടറുകൾ നമുക്കിവിടെ ആവശ്യമുള്ളവർക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതേപോലുള്ള എന്തെങ്കിലും മോട്ടറുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ കമ്പനീനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പർ ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എൻക്വയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നാൽ മതി. എന്താവശ്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഈ കമ്പനിയുടെ തന്നെ 17 ഇഞ്ചിൻ്റെ ഹബ് മോട്ടറാണ് തൊട്ട് ബാക്കിൽ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിൻ്റെ ബോക്സറിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മുടെ ബോക്സറിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കയറി കാണാം. അപ്പം അത് കാണുകയെന്നുണ്ടെങ്കിൽ ഞാൻ 17 ഇഞ്ച് മോട്ടർ ആ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആ മോട്ടറിൻ്റെ കൂടെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന ഇതേപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ഡേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.